പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെയധികം സങ്കടം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഞാൻ സെമിനാരിൽ ചേർന്ന ആ നിമിഷം എന്നെ സ്വീകരിച്ചത് എൻ്റെ അങ്കിള് ഫാദർ തോമസ് പനക്കലാണ്. ആ നിമിഷം മുതൽ അങ്കിൾ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധമായ പൗരോഹിത്യം എനിക്ക് വലിയ മാതൃകയാണ്. പരിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഞാൻ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു വൈദികനുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും സംശയമായിരുന്നു. തൻ്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ പണവും എല്ലാ സൗകര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ യാതൊരു മടിയും കാണിക്കാതിരുന്ന എൻ്റെ അങ്കിള് ഫാദർ തോമസ് പനക്കലിനെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് എൻ്റെ കൂടെ വന്ന് താമസിക്കാനാണ്. അങ്ങനെ എൻ്റെ കൂടെ വന്ന് താമസിച്ചപ്പോൾ എനിക്ക് വലിയ സഹായമായി. കാരണം ഞാൻ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കൊച്ചച്ചന്മാരുടെ കൂടെ സഹായിക്കുക. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുക. ഉച്ച കഴിഞ്ഞിട്ട് 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വീണ്ടും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുക. ആ സമയത്ത് പള്ളിയിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടകരെ അവരോട് സംസാരിക്കുക, അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക, പലപ്പോഴും ഈശോയുടെ മുമ്പിലിരുന്ന് ഉറങ്ങിപ്പോകുക. അപ്പൊ അങ്ങനെ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച, സഭയെ സ്നേഹിച്ച, വൈദികരെ സ്നേഹിച്ച, കാരണം വൈദികര് അച്ഛൻ്റെ സ്നേഹം കിട്ടാത്ത, സഹായം കിട്ടാത്ത വൈദികര് അച്ഛനെ പരിചയമുള്ളവർ വളരെ കുറവാണ്. എല്ലാവർക്കും തന്നെ ഏതെങ്കിലും വിധത്തിൽ അച്ഛന് സ്നേഹം കൊണ്ടും സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടൊക്കെ എല്ലാ വൈദികരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെമിനാരിയിൽ നിന്നൊക്കെ പറഞ്ഞു വിടുന്ന ബ്രദേഴ്സിനെ അവരെ ഒരു നിലയിലെത്തിക്കാൻ വേണ്ടി അച്ഛൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. കാരണം അവരുടെ വേദനകളും അവരുടെ ഒറ്റപ്പെടലുകളും അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി അവരെ സഹായിച്ചിരുന്നു. അതിൽ കുറേ പേര് അച്ഛനോട് സ്നേഹം കാണിക്കാറുണ്ട്. അതിൽ ചില ആൾക്കാർ പിന്നെ അച്ഛനെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുണ്ട്. അപ്പം അതൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. അപ്പം ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ അങ്കിള് തോമസ് പനക്കല് കർത്താവിൽ നിർദ്ദർ പ്രാപിച്ചത്. ഞാൻ ഇറ്റലിയിൽ ധ്യാനിപ്പിക്കാൻ പോയ സമയത്താണ് ആ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ്. എൻ്റെ അമ്മ മരിച്ചത് മെയ് 1-ാം തീയതിയാണ്. മെയ് 2 വർഷം മുമ്പ് മെയ് 1-ാം തീയതി. ഞാൻ അച്ഛനാകുന്നതിന് തൊട്ട് മുമ്പ് മെയ് 12-ാം തീയതിയാണ് എൻ്റെ അപ്പം മരിച്ചത്. ഇപ്പം മെയ് 3-ാം തീയതി ഞായറാഴ്ച ഞാൻ സെമിനാരിൽ ചേർന്ന മുതൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയുമായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അങ്കിള് തോമസ് പനക്കലും കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വേദനയാണ്. സാധാരണ ആളുകൾ, ഞാൻ ഒത്തിരി ശവസംസ്കാര ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ആൾക്കാരെ വളരെ നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാറുണ്ട്. ഞാൻ അവരോട് ഇനി നിങ്ങൾ കരയേണ്ട 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 എന്ന് ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഞാൻ അച്ഛനെ അടക്കം ചെയ്തതിന് ശേഷം 7 വരെ നാട്ടിൽ നിന്നു. അപ്പോൾ ഒരു ദിവസം ഒരു കുഞ്ഞ് മരിച്ചതിൻ്റെ അപ്പനും അമ്മയും പൊട്ടിക്കരയണത് കണ്ടു. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരെ ഞാൻ ആശ്വസിപ്പിച്ചു. ഇനി കരയേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് അവരോട് ഞാൻ പറയുകയുണ്ടായി. പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഒറ്റപ്പെടല്, പെട്ടെന്ന് നമ്മളുടെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്ന, നമ്മുടെ പൗരോഹിത്യത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്ന, പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന,
പൗരോഹിത്യത്തെ മുന്നോട്ട് നയിച്ച, പൗരോഹിത്യത്തെ എൻ്റെ ശുശ്രൂഷകളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ശുശ്രൂഷകളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശൂന്യത, ആ ഒരു വേദന എൻ്റെ മനസ്സിലങ്ങോട്ട് നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് എത്രയോ ദൈവമക്കള് അവരുടെ പ്രിയപ്പെട്ടവര് മരിച്ചു പോയപ്പോഴുണ്ടാകുന്ന ആ വേദനകള് എത്രയോ വലുതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരിക്കലും ഒരു അമ്മയും അവരുടെ ആങ്ങളെയും അവരുടെ മകനും കൂടി വന്നു. കാരണം അവരുടെ ഇളയ മകൻ പെട്ടെന്ന് അപകടത്തിൽ മരിച്ച്, ബൈക്ക് ആക്സിഡന്റ് മരിച്ച്. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ അമ്മയെ കൂട്ടിക്കൊണ്ട് ആ മൂത്ത മകൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുമ്പോൾ ആ ഇളയ മകനെ കാണുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നെടുവീർപ്പാണ്. അപ്പൊ ഇങ്ങനെ ഒരു നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുമ്പോഴുണ്ടാകുന്ന ആ വേദന എന്ന് പറയുന്നത് ചങ്ക് പൊട്ടുന്ന വേദനയാണ്. അവിടെ നമ്മൾ സങ്കടപ്പെട്ടു പോവുകയാണ്, നമ്മുടെ ശക്തി ചോർന്ന് പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന, പല വിധത്തിൽ വേദനിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അച്ഛൻ സമർപ്പിക്കുക. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ, സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ, ജീവിത പങ്കാളി വിട്ടുപോയതിൻ്റെ, കുഞ്ഞുങ്ങൾ അകന്നു പോയതിൻ്റെ, അങ്ങനെ നിരവധിയായ ഒറ്റപ്പെടലുകൾ. മരണം മാത്രമല്ല മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നത്, പല വിധത്തിലുള്ള കാര്യങ്ങൾ ഒറ്റപ്പെടുത്താറുണ്ട്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോവുക, നമ്മുടെ അപ്പൻ്റെ കൈവിട്ട് പോകുക, നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ കൈവിട്ട് പോകുമ്പോഴുണ്ടാകുന്ന ആ വേദനകളിലൂടെ വിഷമിക്കുന്ന അനേകം മക്കള് ഇന്ന് അവരുടെ വേദനകളെല്ലാം സമർപ്പിക്കാം. ഇന്ന് അതിന് മരുന്നെന്ന് പറയുന്നത് ഒരു ഡെലിവറൻസാ, ഒരു വിടുതല. നമ്മുടെ ആലപ്പുഴ പിതാവ് അങ്കിൾ അച്ഛൻ്റെ പറഞ്ഞു, ഇതൊരു ഡെലിവറൻസാ, ഒരു വിടുതല. ഈ ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്കുള്ള ഒരു വിടുതൽ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ശുശ്രൂഷ ഇന്ന് അത്തരത്തില് വേദനിക്കുന്ന അനേകം മക്കൾക്ക് ആശ്വാസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ആശ്വാസകൻ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി അങ്ങനെ വേദനിച്ച് ഒറ്റപ്പെട്ടു പോയ എല്ലാ മക്കൾക്കും അനുഗ്രഹദായകമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ ബൈബിളിൽ എനിക്ക് കിട്ടിയ സന്ദേശം ഇതാണ്. സങ്കീർത്തനം 107:1-2 അതാണ് എനിക്ക് കിട്ടിയത്. കർത്താവിന് നന്ദി പറയുവിൻ. നമുക്ക് ലഭിച്ച എല്ലാ ജീവിതത്തിന്, നമുക്ക് ലഭിച്ച സപ്പോർട്ടിന്, നമുക്ക് ലഭിച്ച സഹായങ്ങൾക്ക്, ഒറ്റപ്പെട്ടു പോയ സമയത്ത് ആരെങ്കിലൊക്കെ ആയിട്ട് വന്ന് നമ്മളെ ആശ്വസിപ്പിച്ച നല്ല വചനങ്ങൾക്ക് കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു നല്ല അങ്കിളച്ഛനെ നൽകിയതിന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ സഹായിക്കാൻ, എനിക്ക് ദൈവവിളി നൽകാൻ, അത് പരിപോഷിപ്പിക്കാൻ ഒക്കെ അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അത് മരണത്തിനും അപ്പുറമുള്ളതാണ്. അത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്. ചരിത്രത്തിനും അതീതമാണ്. ചരിത്രത്തിന് വിവരിക്കാനാവാത്തതാണ് കർത്താവിൻ്റെ കാരുണ്യം. അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സാധിക്കുന്നവർ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് മക്കളെ, നമ്മുടെ വേദനകളിലേക്ക്, നമുക്ക് ഡെലിവറൻസ് വേണ്ട മേഖലകളിലേക്ക് എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണങ്ങപ്പെടാതെ കിടക്കുന്ന എല്ലാ മുറിവുകൾ ഉണങ്ങപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും
പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ഈ ദൈവജനത്തെ അവിടുന്ന് എല്ലാ അശുദ്ധാരൂപികളിൽ നിന്നും മോചിക്കട്ടെ. സകലത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി അഴച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലും അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും, തിന്മയുടെ അരൂപികളെയും, നാശകരമായ ജീവികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ബാധകളും തിന്മകളും രോഗങ്ങളും അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ അന്തോനീസിനോടുള്ള പ്രത്യേക വണക്കം. അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെലിവറൻസിന്റെ രോഗശാന്തിയുടെ ശുശ്രൂഷകൾക്കായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കോൺവെന്റ് റോഡ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത് വലിയ പള്ളി മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ അവിടെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത് കോൺവെന്റ് റോഡ്, അങ്ങനെ പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് എത്തിക്കും. സാധിക്കുന്ന എല്ലാവരെയും അച്ഛൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജൂൺ 13-ാം തീയതി വിശുദ്ധ അന്തോനീസ് പുണ്യാളന്റെ തിരുനാള് സായാഹ്നത്തിൽ ഇവിടെ നടക്കുകയാണ്. കൂട്ടുനേർച്ച തിരുനാളാണ്. ഒത്തിരി സ്നേഹത്തോടെ ആ തിരുനാൾ ആഘോഷത്തിലേക്ക് നിങ്ങളെ പ്രത്യേകം ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പള്ളി പണിത കാലഘട്ടം മുതൽ തന്നെ വിശുദ്ധ അന്തോനീസിനോടുള്ള വലിയ ഭക്തിയുള്ള പള്ളിയാണിത്. അന്തോനീസിനാളന്റെ അസാധാരണമായ തിരുശേഷിപ്പ് വണക്കം നടക്കുന്ന പള്ളിയാണിത്. നിങ്ങളെ സ്നേഹപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.